വിവാദങ്ങളും ചർച്ചകളും നിറഞ്ഞ PM-ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ നിയമസഭയിൽ വ്യക്തമാക്കി. പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു സംസ്ഥാനത്തിന് അതിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറാനുള്ള അവകാശമില്ലെന്നും പിന്മാറ്റവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം കൈക്കൊള്ളാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമുള്ളതാണെന്നും മന്ത്രി സഭയെ അറിയിച്ചു. നിയമസഭയിലെ ചോദ്യോത്തര വേളയിൽ പ്രവീൺ കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചാൽ വിവിധ ഇനങ്ങളിലായി കേരളത്തിന് ഏകദേശം 2000 കോടി രൂപയുടെ ഭീമമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി. സംസ്ഥാന വിഹിതവുമായുള്ള ഈ പദ്ധതിയിലൂടെ 900 കോടി രൂപയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് നേരിട്ട് ലഭ്യമാകുന്നത്. PM-ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഈ 900 കോടി രൂപ നഷ്ടമാകുമെന്ന് മാത്രമല്ല, ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞുവെക്കുന്ന നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ സമഗ്ര ശിക്ഷാ കേരളം വഴി സംസ്ഥാനത്ത് ലഭിക്കേണ്ട 1150 കോടി രൂപയും പൂർണ്ണമായി തടഞ്ഞുവെക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. മുൻ സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ സംസ്ഥാനം നിർബന്ധിതമായത് തന്നെ ഈ വലിയ ഫണ്ടുകൾ നഷ്ടമാകുമെന്ന ആശങ്ക മൂലമായിരുന്നു. അക്കാലത്ത് പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ തലത്തിലോ മറ്റ് പൊതുവേദികളിലോ വിപുലമായ ചർച്ചകൾ നടന്നതായി രേഖകളില്ലെങ്കിലും പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ രൂപകൽപ്പന ചെയ്ത സെക്രട്ടറിമാരുടെ സമിതി വിഷയം വിശദമായി പരിശോധിക്കുകയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയും വിദ്യാഭ്യാസ പുരോഗതിയും മുൻനിർത്തി കരാറിൽ ഒപ്പുവെക്കാവുന്നതാണെന്ന് സർക്കാരിന് ഔദ്യോഗികമായി ഉപദേശം നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ PM-ശ്രീ പദ്ധതിയുടെ ചില നിബന്ധനകൾ സ്കൂളുകളുടെ സ്വയം സംവരണാവകാശത്തെയും സംസ്ഥാനത്തിന്റെ സിലബസ് നയങ്ങളെയും ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാലും കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടത് ഏകപക്ഷീയമായ കരാറാണെന്ന ആക്ഷേപം ശക്തമായതിനാലും പദ്ധതിയിൽ തുടരണമോ വേണ്ടയോ എന്ന് പരിശോധിക്കാൻ ഒരു പ്രത്യേക മന്ത്രിതല സമിതി യോഗം ചേർന്ന് വരികയാണ്. എങ്കിലും പശ്ചാത്തല സൗകര്യ വികസനം, ഡിജിറ്റൽ വിദ്യാഭ്യാസം, ആധുനിക ലാബുകൾ എന്നിവ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയിൽ നിന്ന് വലിയ തോതിലുള്ള കേന്ദ്ര ഗ്രാന്റുകൾ നിലച്ചു പോകുമെന്ന ഭയത്താൽ സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള കേരളത്തിന് പൂർണ്ണമായി മാറി നിൽക്കുക എളുപ്പമാകില്ലെന്നാണ് മന്ത്രി നൽകിയ വിശദ വിവരണം വ്യക്തമാക്കുന്നത്.